ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിപ്സ് ആയാലോ? ചിപ്സ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ചിപ്സ് ഉണ്ടാക്കണത് എന്താ? ഒന്നെങ്കിൽ നമ്മൾ കപ്പ വെച്ച് ചിപ്സ് ഉണ്ടാക്കും, അതുപോലെ കായ വെച്ച് ചിപ്സ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പം ഈ പ്രാവശ്യം തിരുവാതിരയ്ക്ക് ഞങ്ങളിവിടെ കാച്ചിൽ പറിച്ചപ്പോൾ കുറേ കാച്ചിൽ ബാക്കി വന്നു. അപ്പോൾ ഈ കാച്ചിൽ വെച്ച് ചിപ്സ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന് ജസ്റ്റ് ശരിക്കും ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കിയതാണ് ഞാൻ. ഇത്ര സക്സസ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കാച്ചിലാണ് എടുത്തത്. അപ്പം കാച്ചിൽ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല, കാരണം ഇത് എങ്ങനെയാവും, ഫ്ലോപ്പ് ആവുമോ കറക്റ്റ് ആവുമോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് കുറച്ച് കാച്ചിലെടുത്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ കാച്ചിൽ ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലൈസ് ചെയ്യണ ഒരു എന്താ പറയുക, ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മളിവിടെ ഉണ്ട്, ഒരു സ്ലൈസ് ചെയ്യാൻ പറ്റണേ. ആ സംഭവം വെച്ച് നമ്മളിത് സ്ലൈസ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല നൈസായിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തേക്കണേ. അവിടെ നമ്മളിത് സാധാരണ നമ്മൾ കപ്പയൊക്കെ വറക്കണ പോലെ തന്നെ ഞാൻ പാം ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കാം. പാം ഓയിൽ ഉപയോഗിച്ച് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തേ. സംഭവം എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ കാച്ചിലുണ്ടല്ലോ, ഈ സാധനത്തിന് വഴുവഴുപ്പാണ്. അരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഞോളപ്പാണ് ഈ സംഭവം, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോരുമില്ല. അപ്പം ഞാനിങ്ങനെ അരിഞ്ഞതിന് ശേഷം ഓരോന്നും ഇതിനകത്തേക്ക് പറക്കി ഇടുകയാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചായി പോകും. അപ്പോൾ ഓരോന്നോരോ സംഭവം അടിപൊളിയാണെങ്കിലും ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എടുത്തിടുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. എന്തായാലും അടിപൊളി സാധനം. നമുക്ക് ഈ ലേസ് പോലെ ഇരിക്കും. ശരിക്കും ഇതൊരു ലേസിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമ്മൾ ശരിക്കും വറുത്ത് ഇത് കോരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലേസിൻ്റെ പാക്കറ്റിലിട്ട് നമുക്ക് മനസ്സിലാവില്ല ലേസാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ പെട്ടെന്ന് കണ്ട. പക്ഷെ നമ്മൾ കപ്പ വറുത്താലും അതുപോലെ തന്നെ ഈ ഇത് കിട്ടില്ല, അതുപോലെ ഇത്ര ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോ, നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴാണ് ഈ സംഭവം എടുത്തത്. അപ്പം ഇതിങ്ങനെ ഞാൻ അത്യാവശ്യം ഞങ്ങളൊരു 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തത്. അപ്പം ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കറിവേപ്പില നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ്. കറിവേപ്പില ഞാൻ ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ടു. അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ഞാൻ ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ വെളുത്തുള്ളി അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് സ്ലൈസ് ചെയ്തിട്ട് വെളുത്തുള്ളിയും ജസ്റ്റ് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ടു. അപ്പം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ വറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ വെളുത്തുള്ളി നമ്മൾ വറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അപ്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് നമ്മൾ, അതായത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് വറുത്ത് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഓരോന്ന് ഫ്രൈ ചെയ്ത് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ മിക്സ് ആകുമ്പോൾ നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മളിതെല്ലാം നമ്മൾ ലാസ്റ്റാണ് ചേർക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ വറുത്തിട്ട നമ്മുടെ കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പും കുറച്ച് മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒത്തിരി ഒന്നും മുളക് യൂസ് ചെയ്തിട്ടില്ല, മുളക് പൊടി കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. മുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ചേർത്തേക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.